ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്ഥേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പരമ്പരയായി കൈമാറിയതായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഭാഗവതം ബ്രഹ്മാവിന് എങ്ങനെ ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ചതുശ്ലോകി ഭാഗവതത്തിൽ കൂടിയിട്ട് ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ്. അതാണ് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുന്നത്. നാരദൻ വ്യാസന് പറഞ്ഞു കൊടുക്കുന്നത്. വ്യാസനാവട്ടെ അത് 18 ശ്ലോകമായിട്ട് ചിട്ടപ്പെടുത്തി പുത്രനായിട്ടുള്ള ശുഗനെ പഠിപ്പിച്ചു. ഈ ചരിത്രങ്ങളെല്ലാം ശൗനകാദികളോട് സൂതൻ പറയുന്നതായിട്ടാണ് ഭാഗവതം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ചതുശ്ലോകി ഭാഗവതം? ജ്ഞാനമാണ് ഭാഗവതം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജ്ഞാനം പരമഗുഹ്യം എന്നാണ്. 32ാമത്തെ ശ്ലോകത്തിൽ അഹമേവാസമേവാഗ്രേ നാന്യത്തർ സരസത്പരം, ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇനി ഈ ലോകം ഇല്ലാണ്ടായാൽ ഉണ്ടാവാൻ പോകുന്നതും ഞാൻ മാത്രമാണ്. ആദ്യം ഞാനേ ഉള്ളൂ ഭഗവാൻ, പിന്നെ ഞാനേ ഉള്ളൂ ഭഗവാൻ. ഇടക്കാലത്തോ ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി, ഞാനല്ലാതെ കണ്ട് ഉണ്ട്. ഹൃദയ അർത്ഥം ഞാനല്ലാതെ കണ്ട്, ഞാൻ മൈനസ് ഞാനല്ലാതെ കുറച്ചുണ്ട്. ഈശ്വരനല്ലാതെ കണ്ടല്ലേ പ്രപഞ്ചം, ഇത് ഈശ്വരനല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മായയാണ്. തത് വിദ്യാത്മനോ മായാം യഥാഭാസോ യഥാ തമ. അങ്ങനെ പറഞ്ഞു. രാഹുവിൻ്റെ ആ ഒരു അസ്തിത്വം സൂര്യനുണ്ടെങ്കിലേ എത്രയേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അതൊക്കെ ജ്യോതിശാസ്ത്രന്മാരുടെ വിഷയമാണ് കേട്ടോ. നമുക്ക് അനുഭവമോ വ്യക്തമായിട്ടുള്ള അറിവോ ഇതിൽ പറയേണ്ടത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സൂര്യൻ്റെ അസ്തിത്വത്തിൽ കൂടിയിട്ടേ രാഹുവിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റും. അതേപോലെ ഈ പ്രപഞ്ചാനുഭവം ഈശ്വരൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഈശ്വരൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചം എന്താണ്? ഈശ്വരൻ തന്നെയാണ്. ഈ പ്രപഞ്ചവും ഈശ്വരൻ്റെ ഭാഗം തന്നെ. ആദ്യം ഞാനേ ഉണ്ടായിട്ടുള്ളൂ, അവസാനം ഞാനേ ഉണ്ടാവുള്ളൂ, ഇടയ്ക്ക് ഞാൻ തന്നെ ഉള്ളൂ. പക്ഷേ ഞാനല്ലാതെ കണ്ട് ചിലതും ഉണ്ട് എന്ന് തോന്നും. ആർക്ക്? അജ്ഞാനികൾക്ക്. ശരിയായ ജ്ഞാനമുള്ളവർക്ക് തോന്നില്ല. ഇതൊക്കെ ഈശ്വരനാണെന്ന് തന്നെ തോന്നും. അജ്ഞാനികൾക്ക് തോന്നുന്നതാണത്. അജ്ഞാനം കൊണ്ടും മായ കൊണ്ടും യഥാഭാസോ യഥാ തമ, യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷുച്ച വജേഷ്വനു പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ തേഷുന തേഷ്വഹം. അപ്പം മഹാന്തി ഭൂതാനി, സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളും ആയ എല്ലാറ്റിലും ഞാൻ പ്രവേശിച്ചിട്ടുണ്ട്. എങ്കിലും പ്രവേശിക്കാത്തവൻ എന്ന പോലെ നിൽക്കാൻ എനിക്ക് കഴിയും. ഭഗവാന് മാത്രമേ അതിന് കഴിയുള്ളൂ. എല്ലാറ്റിലും നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലോ ഇടപെട്ടിട്ടുണ്ടെങ്കിലോ അതിലൊരു ബന്ധം നമുക്കുണ്ടാവും. ബന്ധം, അഭിമാനം, സ്നേഹം ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ട്രെയിനിനെ നമ്മൾ എൻ്റെ വണ്ടി, നമ്മുടെ വണ്ടി എന്നും കൂടി പറയാറുണ്ട്. 2 കൊല്ലം ഡിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ടാവും എന്തെങ്കിലും ഉദ്ദേശത്തിന്, ജോലിക്കാവാം. അതെങ്ങനെ നമ്മുടെ വണ്ടിയോ? അത് നമ്മൾ വിശാലമായ അർത്ഥത്തിൽ ശരിയാണെങ്കിലും അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വണ്ടിയല്ലേ. അതിൽ കയറിയിട്ട് സീറ്റ് റിസർവ് ചെയ്താൽ അത് എൻ്റെ സീറ്റായി. ആലോചിച്ച് നോക്കൂ, എൻ്റെ സീറ്റിലിരിക്കാൻ നിങ്ങളോട് ആരോ പറഞ്ഞത്? അപ്പം എന്താണ് അവിടെ? ബന്ധം, എൻ്റെ എന്ന മമത. ഉദാഹരണം പറഞ്ഞു തന്നേലൂ. എത്ര വേഗമാണ് ആ മമത അവിടെ കയറിക്കൂടുന്നത്. അത് ഭഗവാനില്ല. എല്ലാറ്റിലും ഇടപെട്ടിട്ടുണ്ടെങ്കിലും ആ മമതയോ ബന്ധമോ ഭഗവാന് ഇല്ല. അതാണ് പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി, പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും പ്രവേശിക്കാത്തവൻ എന്ന പോലെ നിൽക്കാൻ എനിക്ക് കഴിയും. ഏതദേവ
ഏതാവദേവ ജിജ്ഞാസൻ തത്വ ജിജ്ഞാസമാത്മന അന്നയ വ്യതിരേകാഭ്യാം വ്യത്യാ സർവത്ര സർവത. ഇതങ്ങോട്ട് ഉറപ്പിക്കുക, അത്രേ വേണ്ടൂ. ഇതാണ് പരമമായിട്ടുള്ള ജ്ഞാനം. ഇതാണ് 4 ശ്ലോകത്തിൽ കൂടെ ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ജ്ഞാനം എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതാണ് ഭാഗവതം ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. എന്തിന്? ജ്ഞാനം അതേപോലെ കട്ടിയിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഏൽക്കില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ, ഇടക്കാലത്ത് ഞാനുള്ളൂ, എന്തേ മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. അപ്പം അതിനെ നമുക്ക് മനസ്സിൽ അനുഭവം വരാൻ കുറേ കഥകൾ, ഉപകഥകൾ, പുരാണ സമ്പ്രദായങ്ങൾ, അങ്ങനെ 7 ദിവസം കേൾക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതിനോട് ഒരു ശരി എന്ന തോന്നൽ കുറേശ്ശെ ആയിട്ട് ഉണ്ടാവും. കുറേശ്ശായിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെയും കേൾക്കണം, അത് ഓർക്കണമെങ്കിൽ. അങ്ങനെയാണ് ഈ ജ്ഞാനത്തിൻ്റെ ഒരു അവസ്ഥ. മായയെ നീക്കി ജ്ഞാനം പ്രതിഷ്ഠിക്കുക എന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണെന്നറിയണം. അഴുക്കുള്ള ഒരു കണ്ണാടിയോ അല്ലെങ്കിൽ കരി പിടിച്ച ഒരു പാത്രമോ വളരെ വിഷമത്തോടുകൂടി ഉരച്ച് എത്ര ഉരച്ച് പറഞ്ഞാലും അധികമില്ല, അതിനെ വൃത്തിയാക്കുന്നുവോ, പ്രതിബിംബം വ്യക്തമായി അതിൽ കാണാൻ കഴിയുന്നുവോ, അതുപോലെയാണ് മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള, ആ വാക്ക് ശരിയാണോ എന്ന് പറഞ്ഞാൽ, അനീശ്വരത്വത്തെ കളഞ്ഞ് ഈശ്വരത്വത്തെ കൊണ്ടുവരിക. അനീശ്വരത്വം എന്നൊരു വാക്കുണ്ടോ അറിയില്ല കേട്ടോ, ഞാൻ അപ്പം പറഞ്ഞ വാക്കാണ്. അനീശ്വരത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരനില്ലായ്മ. ഈശ്വരനില്ലായ്മ, അനീശ്വരത്വം എന്നൊരു വാക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് കളയാൻ എളുപ്പമല്ല. അപ്പോൾ ഈ 4 ശ്ലോകം ബ്രഹ്മാവിന് മതിയായി, അത്രയേ വേണ്ടൂ. ബ്രഹ്മാവിനത് മതി. സാധാരണക്കാർക്ക് അവരെല്ലാവരും ബ്രഹ്മാക്കളല്ലല്ലോ, ബ്രഹ്മാവ് വേദമൊക്കെ പഠിച്ച ആളാണ്. അതുപോലത്തെ ആൾക്കാരല്ല സാധാരണക്കാർ. അപ്പം അതുകൊണ്ട് എന്ത് വേണം? കുറച്ചും കൂടിയൊക്കെ വേറെ ചില രീതികളുണ്ടെങ്കിൽ ഈ അനീശ്വരത്വം മനസ്സിൽ നിന്ന് ഇങ്ങനെ കളഞ്ഞ് ഈശ്വരത്വം സ്ഥാപിക്കാൻ പറ്റും. എളുപ്പമല്ല, അത് എളുപ്പമായിട്ടൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് വിശ്വാസമില്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കാനോ ഉപേക്ഷിക്കാനോ ഒന്നും പോകണ്ട. ഒരു കാലത്ത് ഇപ്പം നമ്മളും അങ്ങനെ ആയിരുന്നിരിക്കാം, പറയാൻ പറ്റുമോ? കുട്ടിക്കാലത്ത് ഇപ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവിടെ അനീശ്വരത്വമുണ്ട്, അറിവില്ലായ്മയിൽ. പിന്നെ ആരൊക്കെയോ പറഞ്ഞിട്ടും കേട്ടിട്ടും സ്വയം പരിശ്രമത്തിലും നമ്മൾ ഈശ്വരത്വം കൊണ്ടുവരണം. അത് വളരെ വിഷമമുള്ള ഒരു പ്രോസസ്സാകുന്നു എന്ന് നമ്മൾ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് 18,000 ശ്ലോകങ്ങൾ 7 ദിവസം കൊണ്ട് കേൾക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്, അങ്ങനെ ആക്കി തീർത്തത്. ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുക്യതി കർക്കിജൽ. പരമേണ സമാധിന, ഉത്കൃഷ്ടമായിരിക്കുന്ന ഏകാഗ്ര ചിത്തത്തോടു കൂടിയ ഏതത്, ഈ മതത്തെ സമാധിഷ്ഠ, നിരന്തരം ചിന്തിച്ചുറപ്പിച്ചാലും എന്നാണ് ഭഗവാൻ പറയണത്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിരന്തരം ചിന്തിച്ചിട്ട് മനസ്സിൽ ഉറപ്പിക്കണം, മനനം ചെയ്യണം. ശ്രവണവും മനനവും നിധിധ്യാസവും കൂടിയാലേ ഈശ്വരൻ പ്രകാശിക്കുള്ളൂ എന്നാണ് പറയണത്. കേൾക്കുക, അതിനെ മനനം ചെയ്യണം. നല്ലപോലെ മനനം ചെയ്താലേ കാര്യമുള്ളൂ. പിന്നെ നിധിധ്യാസം നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരലാണ്. പ്രായോഗികമായിരിക്കുന്ന തലത്തിൽ അതിനെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അത് അനുഭവത്തിൽ വരുള്ളൂ. ഈ 3 ഘട്ടങ്ങൾ, ശ്രവണവും മനനവും നിധിധ്യാസവും, ഇത് അനുഭവത്തിൽ കൊണ്ടുവരില്ല, ചുരുക്കാണ് പറയുകയാണെങ്കിൽ. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജ്ഞാനത്തിനെ അനുഭവത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഭവാൻ കൽപ്പവികൽപ്പേഷു, അങ്ങനെയാണെങ്കിൽ പ്രളയകാലത്തും ബ്രഹ്മദേവ അങ്ങൊരിക്കലും മോഹിക്കില്ല, മായയിൽ കുടുങ്ങില്ല എന്നർത്ഥം. മായയിൽ കുടുങ്ങില്ല. ചിന്തിച്ച് മനനം ചെയ്ത് സാക്ഷാത്കരിച്ച് കാണുകയാണെങ്കിൽ ബ്രഹ്മാവേ അങ്ങ് മായയിൽ കുടുങ്ങുകയോ മോഹിക്കുകയോ വിമുഖ്യതി, മോഹിക്കുകയോ ചെയ്യില്ല
എല്ലാവരും അതെ, ബ്രഹ്മാവ് മാത്രമല്ല. ശ്രീശുക ഉവാച സമ്പ്രതിശേവമജനോ ജനാനാം പരമേഷ്ഠിനം പശ്യതസ്യ തത്രൂപം ആത്മനോനരണഹരി. ഹരി, അവിടെ കർത്താവ് ഹരിയാണ്, ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഈശ്വരൻ. ജനാനാം, ജനങ്ങളുടെ വെഷ്ടികളായി ഭവിച്ചിരിക്കുന്നവരുടെ, പരമേഷ്ഠിനം, അധിപനോടും, ഏവം സമ്പ്രദിശ, ഇപ്രകാരം ഉപദേശിച്ച്, അജന, ജന്മാദി വികാരങ്ങളില്ലാത്തവൻ, തസ്യ പശ്യത, അവൻ ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കെ, ആത്മനാത്ത രൂപം നരുണത്, അന്തർധാനം ചെയ്യിച്ചു, തിരോധാനം ചെയ്യിച്ചു. ബ്രഹ്മാവ് കണ്ടുകൊണ്ടിരിക്കെ ഭഗവാന്റെ ആ രൂപം അങ്ങോട്ട് മറഞ്ഞു. പ്രകാരം പരമജ്ഞാനം സമ്പ്രതിശേവം അജനോ, ജനാനാം പരമേഷ്ഠിനം, ജനങ്ങളുടെ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിനോട് ഇപ്രകാരം പറഞ്ഞു കൊടുത്തിട്ട്, ഉപദേശിച്ചിട്ട്, സമ്പ്രദിശ്യ, ഉപദേശിച്ചിട്ട്, ആ ഭഗവാൻ അവിടുന്ന് മറഞ്ഞു. അന്തർഹിതേന്ദ്രിയ അർത്ഥായ അരേ വിഹിതാഞ്ജലി സർവഭൂതമയോ വിശ്വം തദച്ഛേദം സപൂർവവ. ഇപ്പം ഈശ്വരനിൽ നിന്ന് ജ്ഞാനം കിട്ടിയത് കൊണ്ട് സർവഭൂതമയ, സർവജീവജാലങ്ങളുടെ ഈശ്വരനായ അവൻ, അതായത് ബ്രഹ്മാവ്, അവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഇവിടെ മറയ്ക്കപ്പെട്ട സ്വരൂപത്തോടു കൂടിയ ഹരിക്കായിക്കൊണ്ട് കൂപ്പുകൈകളും അഞ്ജലികളും സമർപ്പിച്ചു. അന്തർധാനം ചെയ്തു എന്നേ ഉള്ളൂ, ഇല്ലാണ്ടായിട്ടില്ലല്ലോ ഭഗവാൻ. അവിടുന്ന് അന്തർധാനം ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇല്ല എന്നർത്ഥമില്ല. അപ്പോൾ ആ അന്തർധാനം ചെയ്യപ്പെട്ട ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു, വന്ദിച്ചു, അഞ്ജലി ചെയ്തു. സർവഭൂതമയോ വിശ്വം, ഈ ലോകത്തിൻ്റെ തന്നെ സ്വരൂപത്തോടു കൂടിയ ഈ ലോകത്തെ പിന്നീട് എന്ത് ചിന്തിച്ചിട്ടു? സസർജേതം സപൂർവവത്, പൂർവകൽപ്പത്തിൽ ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തിയ പോലെ ഒരു കൽപ്പത്തിലത്തെ സൃഷ്ടി തന്നെയാണ് അത്രേ പിന്നെ ഉണ്ടാവുന്നത്. സർവഭൂതമയോ വിശ്വം, എല്ലാ ജീവജാലങ്ങളും അടങ്ങിയ വിശ്വം സൃഷ്ടിച്ചു. ഇപ്പം ഈ കലിയുഗത്തിൽ നമ്മളൊക്കെ ഇതേപോലെ ഇരുന്ന പോലെ കഴിഞ്ഞ കലിയുഗത്തിൽ ഇരുന്നിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കാൻ പ്രയാസം അല്ലേ? അങ്ങനെ പറയണം. കഴിഞ്ഞ കലിയുഗത്തിൽ, അതിൻ്റെ മുമ്പത്തെ കലിയുഗത്തിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇതേപോലെ കോപ്പി പോലെ വീഡിയോ പ്രദർശിപ്പിക്കുന്ന പോലെയാണെന്നാണ്. സൃഷ്ടിയും പ്രവൃത്തികൾ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവും ചെയ്യും. വളരെ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. അങ്ങനെയാണ് ആധ്യാത്മശാസ്ത്രം വേണ്ടത്. അതാണ് ഇവിടെ സസർജേതം സ പൂർവവത് എന്ന് പറഞ്ഞത്. മുമ്പത്തെ കൽപ്പത്തിൽ ഇതേപോലെ സൃഷ്ടിച്ച ക്രമം വെച്ച് അതേപോലെ സൃഷ്ടിച്ചു ബ്രഹ്മാവ്. ഒരു കൽപ്പത്തിലത്തെ സൃഷ്ടി തന്നെയാണ് മറ്റൊരു ദിവസം നമ്മുടെ ദിനചര്യ പോലെ ബ്രഹ്മദേവൻ ചെയ്യുന്നത്. പൂർവവത് പ്രജാപതി ധർമ്മപതി ഏകതാ നിയമാൻ യമാൻ ഭദ്രം പ്രജാനാമന്വിച്ഛൻ ഇച്ഛന്നാദി അന്വിച്ഛൻ നാദിഷ്ടത് സ്വാർത്ഥകാമ്യ. ഏകത, ഒരു കാലത്തിൽ ധർമ്മപതി ധർമ്മങ്ങളുടെ പ്രവർത്തകനായ പ്രജാപതി ബ്രഹ്മാവ്, ധർമ്മം അനുഷ്ഠിക്കുന്ന ബ്രഹ്മാവ്, തൻ്റെ പ്രവൃത്തി ധർമ്മപ്രകാരം ചെയ്യുന്ന ബ്രഹ്മാവ്, പ്രജാനാം, പ്രജകൾ, ജനങ്ങളുടെ, ഭദ്രം, മംഗളത്തെ, അന്വിച്ഛൻ, ആഗ്രഹിക്കുന്നവനായിട്ട്, സ്വാർത്ഥകാമ്യ, തൻ്റെ ആ കാര്യം സാധിക്കാൻ, നിയമാൻ, നിയമങ്ങളെയും, യമങ്ങളെയും അനുഷ്ഠിച്ചു. യമനിയമങ്ങളെ അനുഷ്ഠിച്ചിട്ടാണ് സൃഷ്ടി നടത്തിയത്. പ്രജാപതി ധർമ്മപതി, ആരാണ് ബ്രഹ്മാവ്? പ്രജാപതിയുമാണ് ധർമ്മപതിയും ആണ്. പ്രജാപതിയും ധർമ്മപതിയും ആയ ബ്രഹ്മാവ് യമനിയമങ്ങളെ അനുഷ്ഠിച്ച് പ്രജകൾക്ക് മംഗളമുണ്ടാവാനായിക്കൊണ്ട് ഭദ്രം പ്രജാനാം അന്വിച്ഛൻ, പ്രജാനാം ഭദ്രം അന്വിച്ഛൻ, പ്രജകൾക്ക് മംഗളത്തെ ഉണ്ടാവണം എന്ന് കരുതി തൻ്റെ യമനിയമങ്ങളെ അനുഷ്ഠിച്ചു, എന്നിട്ട് സൃഷ്ടിച്ചു എന്നർത്ഥം. സ്വാർത്ഥകാമ്യ, തൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. തം നാരദപ്രേതമോഹരിക്താദാനാമനു വ്രതാശുശ്രൂഷമാണശീലേന പ്രശയേണ ദമേന ജ.
മായാം വിവിദിഷൻ വിഷ്ണോർമായേശസ്യ മഹാമുനി മഹാഭാഗവതോ രാജൻ പിതരം പര്യദോഷയത്. റിക്തദാനാം, ധനത്തിൻ്റെ അവകാശികളിൽ വെച്ച് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരിൽ വെച്ച് ഇഷ്ടനാണത്രേ നാരദൻ. ബ്രഹ്മാവിൻ്റെ പുത്രന്മാരിൽ വെച്ച് ഏറ്റവും പ്രിയതമ എന്ന് പറഞ്ഞാൽ സ്ത്രീയല്ല കേട്ടോ, വിസർഗട്ട പുരുഷനാണ് സംസ്കൃതത്തിൽ. വിസർഗം ഇല്ലെങ്കിലോ സ്ത്രീയാണ് പ്രിയതമ. പ്രിയതമൻ എന്നൊരു വാക്ക് സംസ്കൃതത്തിലില്ല, മലയാളത്തിലുണ്ട്. പ്രിയതമ വിസർഗം പ്രിയതമനാണ്. പ്രിയതമ വിസർഗം ഇല്ലെങ്കിൽ സ്ത്രീയാണ്. പ്രിയതമ മീൻസ് പ്രിയതമൻ. ആ വിസർഗം എൻ എന്ന് കാണിക്കുന്നതാണ്. പ്രിയതമനായിരിക്കുന്ന മനസ്സിനെ അനുസരിച്ച് നടക്കുന്നവൻ, ഇനി മാനസപുത്രൻ എന്ന് പറയാം. മാനസപുത്രി അച്ഛൻ്റെ ഇച്ഛത്തേക്ക് അനുസരിച്ച് സഞ്ചരിക്കുന്നവനും ചരിക്കുന്നവനും. അനുപ്രത, മനസ്സിനെ അനുസരിച്ച് നടക്കുന്നവൻ. ശീലേന, സൽ സ്വഭാവം കൊണ്ട്. പ്രശ്രയേണ, വിനയം കൊണ്ടും. ദമേന, ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും. പിതാവിനെ സേവിക്കുന്നവനും. ശുശ്രൂഷമാണ്, ശുശ്രൂഷിക്കുന്ന. മഹാഭാഗവത, മഹാഭക്തനും മഹാമുനി, ഏറ്റവും വിചാരശീലനുമായ നാരദൻ മായാനാഥനായ വിഷ്ണുവിൻ്റെ മായയെ വിവിദിഷൻ, മായാസ്വരൂപം അറിവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തം നാരദപ്രിയതമോ റിക്താദാനാമനുവ്രത, അച്ഛൻ്റെ മനസ്സിനെ അനുസരിക്കുന്ന പ്രിയതമനായ പുത്രനായിരിക്കുന്ന നാരദൻ അച്ഛനോട് സംശയം ചോദിച്ചു. ശുശ്രൂഷിക്കുക, വിനയം ഉണ്ടാവുക. പ്രശ്രേണ, വിനയം. ശുശ്രൂഷമാണ് ശീലേന പ്രശ്രേണ ദമേനച മായാം വിവിദിഷൻ വിഷ്ണോർ മായേശസ്യ മഹാമുനി. ആ മായാസ്വരൂപത്തെ അറിയാനായിക്കൊണ്ട് അച്ഛനോട് ചോദിച്ചു. മഹാഭാഗവതോ രാജൻ പിതരം പര്യതോഷത്, അച്ഛനെ സന്തോഷിപ്പിച്ചുകൊണ്ട് സംശയം ചോദിച്ചു. അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തുഷ്ടം നിശാമ്യ പിതരൻ ലോകാനാം പ്രപിതാമകം ദേവർഷി പരിപപ്രച്ച ഭഗവാൻ എന്മാനുപൃച്ഛതി. ലോകാനാം പ്രപിതാമഹം, ലോകങ്ങളുടെ ആദ്യ പിതാവായ പിതരം, സ്വപിതാവിനെ. എല്ലാവരുടെയും പിതാവാണ് ബ്രഹ്മാവ്. ഇതാണ് പിതാമഹൻ എന്നുള്ള പദം പ്രയോഗിച്ചത്. തുഷ്ടം നിശാമ്യ, സന്തുഷ്ടനായിരിക്കുന്നു എന്ന് കണ്ടിട്ട്, അച്ഛൻ്റെ മുഖഭാവം സന്തുഷ്ടമാണ് എന്ന് കണ്ടതായിട്ടുള്ള പുത്രൻ ദേവർഷി. ഭവാൻ മാ യത് പരിപൃച്ഛതി, പരീക്ഷത്തിനോട് സുഖമഹർഷി പറയാണ്, അങ്ങ് എന്നോട് എന്ത് ചോദിച്ചുവോ അത് അച്ഛനോട് ചോദിച്ചു. പരീക്ഷത്ത് സുഖമഹർഷിയോട് ചോദിച്ചത് എന്തോ അത് പുത്രനായിട്ടുള്ള നാരദൻ അച്ഛനോട് ചോദിച്ചു. ഭവാൻ മാം, എന്നോട് യത് പരിപൃച്ഛത, എന്നോട് എന്ത് ചോദിച്ചുവോ അത് ചോദിച്ചു. തുഷ്ടം നിശാമ്യ പിതരം, സന്തോഷിച്ചതായിട്ടുള്ള ബ്രഹ്മാവിനോട് എന്നർത്ഥം. തുഷ്ടം നിശാമ്യ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടിട്ട്, നിശമ്യാണ് കേട്ടിട്ട് കേട്ടോ. ശമ്യ കേട്ടിട്ടും നിശാമ്യ കണ്ടിട്ടുമാണ്, ഒരു ദീർഘത്തിൻ്റെ വ്യത്യാസം. നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടാണ്. ബ്രഹ്മാവ് സന്തുഷ്ടനാണ് എന്ന് കണ്ടിട്ട്, കേട്ടിട്ടല്ല. നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടാണ്. ദീർഘമില്ലെങ്കിൽ കേൾക്കലായി, ദീർഘട്ട കാണലായി. നിശാമ്യ, തുഷ്ടം നിശാമ്യ പിതരം, അച്ഛനെ സന്തുഷ്ടനായി കണ്ടിട്ട്. എങ്ങനത്തെ അച്ഛൻ? ലോകാനാം പ്രപിതാമഹ, വ്യക്തമാണ് അതൊക്കെ. ലോകത്തിൻ്റെ പിതാമകനായിട്ടുള്ള ബ്രഹ്മാവിനെ സന്തുഷ്ടനായി കണ്ടിട്ട് ദേവർഷിയായിട്ടുള്ള നാരദൻ ചോദിച്ചു. എന്തേ ചോദിച്ചേ? അങ്ങ് എന്നോട് എന്ത് ചോദിച്ചു അത് തന്നെ. ലോകത്തിൻ്റെ സൃഷ്ടിയാദി വ്യാപാരങ്ങൾ എങ്ങനെയാണ് ഭഗവാൻ നടത്തുന്നത് എന്ന് അങ്ങ് ചോദിച്ച ചോദ്യം ആ ബ്രഹ്മാവിനോട് നാരദൻ, പുത്രനായിട്ടുള്ള നാരദൻ, അച്ഛൻ സന്തുഷ്ടനാണെന്ന് കണ്ട് ചോദിച്ചു. നീ സന്തുഷ്ടനാണെന്ന് കണ്ടു ചോദിച്ചു എന്ന് പറയണത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആളുടെ, അല്ലെങ്കിൽ ആരോടാണോ ചോദിക്കുന്ന അയാളുടെ മനോഭാവവും
അയാളുടെ ശാന്തതയൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ടേ ചോദിക്കാൻ പാടും. തുഷ്ടം അല്ലാതെയാണെങ്കിലോ ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്, ഇപ്പോഴാണോ നിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ എന്നായിരിക്കും ചിലപ്പോൾ ഉത്തരം. അവർക്കുണ്ട് ടെൻഷനൊക്കെ. ശാന്തമായിട്ട് ഇരിക്കുന്നവരോടെ ചോദ്യങ്ങളും ഗഹന വിഷയങ്ങളും സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ഗഹന വിഷയങ്ങളൊക്കെ നമുക്ക് ഉത്തരം പറയണമെങ്കിൽ ശാന്തമായിട്ടുള്ള മനസ്സ് വേണം. ഇവിടെ അതിന് അനുകൂലമാണ് തുഷ്ടം പിതരം നിശാമ്യ. തൻ്റെ അച്ഛനെ തുഷ്ടനാണ്, ഇപ്പം നല്ല സമയമാണല്ലോ, ശാന്തമായിട്ടങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ചോദിച്ചളയാം, ലോകപിതാമഹനായിട്ടുള്ള തൻ്റെ അച്ഛനോട് ദേവർഷിയായിട്ടുള്ള നാരദൻ, അല്ലയോ പരീക്ഷിത്തെ, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യം ചോദിച്ചു. ലോകത്തിൻ്റെ സൃഷ്ടിയാദി വ്യാപാരങ്ങളുടെ രഹസ്യം ചോദിച്ചു. തസ്മാ ഇദം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവതാ പ്രാഹപ്രീതപുത്രായ ഭൂതകൃത്. അപ്പോൾ ആ ബ്രഹ്മദേവൻ 10 ലക്ഷണങ്ങളോട് കൂടിയ ഭാഗവതത്തെ നാരദനെ പറഞ്ഞു കൊടുത്തു. നാരദനോ അത് 10 ലക്ഷണത്തോട് കൂടിയിട്ട് വിശദീകരിച്ച് വ്യാസന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്. അങ്ങനെയാണ് വ്യാസനത് രചിക്കാൻ സാധിച്ചത്. ഭാഗവതത്തിന് 10 ലക്ഷണമുണ്ട്. അപ്പോൾ ഇതുവരേക്കൊക്കെ 9 അധ്യായമാണ്. ഇനി ഒരധ്യായം കൂടി ഉണ്ട് ദ്വിതീയ സ്കന്ധത്തിൽ. 2 സ്കന്ധം കഴിഞ്ഞാൽ ബാക്കി 10 സ്കന്ധമുണ്ട്. 12 സ്കന്ധമാണല്ലോ. ആ 10 സ്കന്ധത്തിൽ 10 ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ 2 സ്കന്ധോ, 2 സ്കന്ധത്തിൽ ലക്ഷണമില്ല. 2 സ്കന്ധം അവതാരികയാണ്. ഭാഗവതത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതിൻ്റെ അവതാരിക ഇൻട്രോഡക്ഷൻ ആയതുകൊണ്ട് അത് ലക്ഷണമില്ല. പ്രഥമ സ്കന്ധവും ദ്വിതീയ സ്കന്ധവും ലക്ഷണമല്ല. 3 മുതൽ 12 വരെയുള്ള 10 സ്കന്ധത്തിൽ ഓരോ സ്കന്ധത്തിൽ ഓരോ ലക്ഷണമുണ്ട്. തൃതീയ സ്കന്ധത്തിലാണ് സർഗം, ചതുർത്ഥ സ്കന്ധത്തിലാണ് വിസർഗം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, അതുപോലെ തന്നെ മന്വന്തരം, ഈശാനുഗത, നിരോധം, മുക്തി, ആശ്രയം എന്നീ 10 സ്കന്ധങ്ങളിൽ 3 മുതൽ ഉള്ള സ്കന്ധങ്ങളിൽ 10 ലക്ഷണത്തോടു കൂടി ശ്രീനാരായണൻ ഉപദേശിക്കപ്പെട്ടതിനെ ഭാഗവതം എന്ന രീതിയിലാക്കിക്കൊണ്ട് പുത്രനായിരിക്കുന്ന നാരദന് പറഞ്ഞു കൊടുത്തു. പുത്രനായ അവനായിക്കൊണ്ട് നാരദനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. തസ്മാ ഇദം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവതാ പ്രാകപ്രീതപുത്രായ ഭൂതകൃത്. പുരാണങ്ങൾ 2 തരത്തിലുണ്ട്. 5 ലക്ഷണമുള്ളതൊന്നും പുരാണമല്ല. ശരിക്ക് 10 ലക്ഷണമുള്ളതാണ് മഹാപുരാണം. ദേവി ഭാഗവതത്തിൽ 5 ലക്ഷണമേ ഉള്ളൂ. ഒരു മഹാപുരാണമൊന്നും അല്ല അത്. തെറ്റിദ്ധരിക്കേണ്ട ആരും. പക്ഷഭേദം കൊണ്ട് പറയില്ല. അത് വ്യാസൻ രചിച്ച 18 പുരാണങ്ങൾ വരുന്നേ ഇല്ല. ദേവി ഭാഗവതം വരുന്നില്ല. ഇതിൽ 10 പുരാണങ്ങൾ പറയുന്നുണ്ട്. അവസാനം അതിൽ വരാത്തതാണ്. അത് പ്രക്ഷിപ്ത പുരാണമാണ് ദേവി പുരാണം. നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് കിട്ടുന്ന ഒരു അനുഭവം അതുകൊണ്ട് കിട്ടില്ല. സംശയമേ വേണ്ട. 5 ലക്ഷണമുള്ള അപൂർണമായ ഒരു കൃതിയാണത്. ശരിക്കുള്ളൊരു പുരാണമല്ല. 18 പുരാണങ്ങൾ പെടുന്നതല്ല. ഇതാണ് പറഞ്ഞത്. 10 ലക്ഷണമുള്ളത് കൊണ്ടാണ് ശ്രീമദ് ഭാഗവതം മഹാപുരാണം ആയത്. ദേവി പുരാണം മഹാപുരാണം അല്ല. ഒരു പുരാണം അല്ല അത്. അത് വായിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണം. നോക്കാതെ പറയല്ല. അതിൽ 5 ലക്ഷണമേ ഉള്ളൂ. നാരദ പ്രാഗമുനയെ സരസ്വത്യാത്തടേ നൃപ ധ്യായതേ ബ്രഹ്മപരമൻ വ്യാസായ അമിത തേജസേ. അത് വ്യാസന് പറഞ്ഞു കൊടുത്തു. നാരദ മുനയെ പ്രാഹ പറഞ്ഞു കൊടുത്തു. പ്രകർഷേണ പറയുക, അതാണ് പ്രാഹ. ആഹ എന്നും പറയാം. ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, പ്രാഹ എന്ന് പറഞ്ഞാൽ വളരെ വിദഗ്ധമായിട്ട് പാവനമായുള്ള സംഗതികൾ പറയുന്നതിനെ കൂട്ടുക. സംസ്കൃതത്തിൽ ഭാഷണം എന്ന് പറഞ്ഞാലും പ്രഭാഷണം എന്ന് പറഞ്ഞ വ്യത്യാസം അതാണ്. രണ്ടും പറയലാണ് അല്ലേ. പക്ഷെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പ്രകർഷേണമുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത്, നാട്ടുകൂട്ടല്ല എന്നർത്ഥം. അവിടെയാണ് പ്രഭാഷണം എന്ന് പറഞ്ഞാൽ. പ്രാഹ വളരെ ഭവ്യതയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുത്തു. വെറുതെ ഇങ്ങോട്ട് പറയുക അങ്ങനെയല്ല.
പ്രാഹ മുനയെ എവിടെ ഇരുന്നിട്ട്? സരസ്വത്യാ തടേ നൃപാരാജാവേ, സരസ്വതി നദീതീരത്ത് വിഷണ്ണനായിരിക്കുന്ന വ്യാസന് സമാധാനം ലഭിക്കത്തക്ക വിധം പറഞ്ഞു കൊടുത്തു നാരദൻ വ്യാസന്. വ്യാസൻ്റെ സംശയം നീങ്ങി, ദുഃഖം നീങ്ങി. കേട്ടവരൊക്കെ ദുഃഖം തീർന്നവരുണ്ട്. ധ്യായതേ ബ്രഹ്മപരമം വ്യാസായ അമിത തേജസ്സേ, അമിത തേജസ്സോടു കൂടിയിട്ടുള്ള വ്യാസന് ബ്രഹ്മത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവ് ഈ നാരായണനിൽ നിന്ന് ലഭിച്ചു. ചതുശ്ലോകി ഭാഗവതം അദ്ദേഹത്തിന് സംശയം തീർന്നു. തുഷ്ടം നിശാമ്യ പിതരം, അച്ഛൻ സന്തുഷ്ടനായി. ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു. നാരദൻ്റെ സംശയം നീങ്ങി. നാരദൻ വ്യാസന് പറഞ്ഞു കൊടുത്തു. വ്യാസൻ സന്തുഷ്ടനായി. ഭാഗവതം എഴുതിയൊരു കൂട്ട് അദ്ദേഹത്തിന് തൃപ്തി വന്നു. ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് തോന്നി. വ്യാസൻ പുത്രനെ പഠിപ്പിച്ചു. ശുഖമഹർഷി ആത്മജ്ഞാനിയായി. ശൗനകാദികളുടെ സംശയം തീർന്നു. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് സന്തോഷം കിട്ടാത്തവരാ ശൗനകാദികൾ. പ്രാതർ ഹുതഹുതാഗ്നയാ, നെയ്യ് ഒഴിക്കണു, മന്ത്രം തിരണു, മണികിലിക്കണു, ഒരു കാര്യമില്ല. ഇതൊക്കെ ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യണു. ലോകം പോണ വഴിക്ക് പോണു എന്നല്ലാതെ അതുകൊണ്ടൊന്നും സമാധാനം കിട്ടില്ല. ഇത് കേട്ടപ്പോഴോ ശൗനകാദികൾക്ക് സമാധാനം കിട്ടി. ഏതൊക്കെ ആൾ ഭാഗവതം കേട്ടിട്ടുണ്ടോ അവരൊക്കെ സംശയ ഇല്ലാത്തവരായി. എല്ലാ സംശയവും തീർന്നു. കേട്ടവരെയൊക്കെ ആത്മതത്വത്തിലേക്ക് എത്തിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. യഥാകം തയാ പൃഷ്ടോ വൈരാജാൽ പുരുഷാദിതം യഥാസീത്തതുപാഖ്യാസേ പ്രശ്നാനന്യാം ച കൃഷ്ണശ. പുരുഷനിൽ നിന്ന് ഇപ്രകാരം ഇതുണ്ടായി എന്ന് അങ്ങയാൽ ഞാൻ യാതൊന്ന് ചോദിക്കപ്പെട്ടുവോ? അന്യാൻ പ്രശ്നാൻ, ഇതര ചോദ്യങ്ങളെയും അതിനെ ഉണ്ടായി, അത് പറയാം എന്ന് പറയുകയാണ്. വിരാട് പുരുഷനിൽ നിന്ന് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള ശുഗൻ്റെ ചോദ്യത്തിനാണ്, പരീക്ഷത്തിൻ്റെ ചോദ്യത്തിനാണ് ശുഗൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇനി പിതാവ് എന്തൊക്കെയാണ് എനിക്ക് ഉപദേശിച്ചത്? ശുഗന് എൻ്റെ അച്ഛൻ എനിക്ക് ഉപദേശിച്ചത് എന്തൊക്കെയെന്ന് ശുഗൻ പറയുകയാണ്. അത് ഞാൻ ഇനിയും പറഞ്ഞു തരാം. ഇത് കുറച്ച് കാര്യങ്ങളെ ആയുള്ളൂ. പരീക്ഷത്തിനോട് ശുഗമഹർഷി പറയുകയാണ്, ആ അച്ഛനായിട്ടുള്ള വ്യാസൻ എന്തൊക്കെയാണ് വേറെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറഞ്ഞത് എന്ന് അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം പറഞ്ഞത് കൂടാതെ. യദുദാഹം ത്വയാ പൃഷ്ടോ വൈരാജാത് പുരുഷാദിതം, വിരാട് പുരുഷനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തന്നു. ഇനി എൻ്റെ അച്ഛനായ വ്യാസൻ എനിക്ക് എന്തെല്ലാം പറഞ്ഞു തന്നുവോ ചോദ്യത്തിനനുസരിച്ച് അത് വീണ്ടും തുടർന്ന് കേട്ടുകൊള്ളുക. യഥാസീത്തതുപാഖ്യാസേ പ്രശ്നാൻ അന്യാം ച കൃഷ്ണശ, അന്യങ്ങളായിട്ടുള്ള ചോദ്യോത്തരങ്ങളും കേട്ടുകൊള്ളുക. ഇവിടെയാണ് 9-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 45 ശ്ലോകങ്ങൾ ഉണ്ട്. കുറേ അങ്ങോട്ട് പോകും എന്നുള്ളതുകൊണ്ട് അടുത്ത ഭാഗത്തിൽ അത് പാരായണം ചെയ്യാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.